ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും പല സ്ഥലത്തും നല്ല മഴയൊക്കെയാണ്. മഴ മൂലം പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ മുഖേന ഇതുവരെയായും ഏകദേശം 369ഓളം ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും 206-ലധികം ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. അത്രയും ഭയാനകമായിട്ടുള്ള ഒരു ദുരന്തമാണ് ആക്ച്വലി വയനാട്ടിൽ, അത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കഴിയുന്ന അത്രയും സംഭാവന തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി, യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെയും അതിജീവിക്കുന്നതിനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ചെറിയൊരു തുക അവരുടെ സർവൈവലിന് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദുരിത മേഖലയിൽ തെരച്ചിൽ നടത്തുന്ന ആൾക്കാർക്ക് യഥാസമയം ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ന്യൂസുകളിൽ കാണുന്നുണ്ട്. അപ്പം അത് ശരിയാണോ ഫേക്കാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയായാലും അത് ബന്ധപ്പെട്ട അധികാരികൾ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർ, ഇതിനി സർക്കാരായാലും മറ്റ് ആൾക്കാരായാലും സന്നദ്ധ ആൾക്കാരായാലും കൃത്യമായിട്ട് ഇടപെടുക, പരിശോധിക്കുക. കാരണം ഈ തെരച്ചിൽ നടത്തുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, ആരോഗ്യത്തോടെ അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ യഥാസമയം തന്നെ ബന്ധപ്പെട്ട ആൾക്കാർ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക, പരിശോധിക്കുക. പിന്നെ നിലവിൽ ഈ ദുരന്ത മേഖലയിലേക്ക് ഈ VIP ആൾക്കാർ, പ്രത്യേകിച്ചും ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാർ പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലുള്ള VIP പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഓവർ ക്രൗഡഡ് ആവും. പിന്നെ അവിടെ റെസ്ക്യൂ നടത്തുന്ന ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സമയം അത് വേസ്റ്റ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള VIP ആൾക്കാർ ഇപ്പോൾ അവിടെ സന്ദർശിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതാര് തന്നെ ആയാലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ ഇപ്പോൾ അവിടെ ചില മന്ത്രിമാരടക്കം പോകുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ലാത്ത ആണ് ആക്ച്വലി. അവിടെ നമുക്കറിയാം, അവിടുത്തെ ജനപ്രതിനിധികളുണ്ട് അവിടെ, പിന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്. അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അപ്പോൾ അത് മോണിറ്ററിങ് ചെയ്യുക ബാക്കിയുള്ള മന്ത്രിമാരെല്ലാവരും തന്നെ, അതിന് ഏത് വകുപ്പിലായാലും. പിന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആ ഒരു അധികാരമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പോകണം. ഇപ്പോൾ MLA ഒക്കെ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതാണ്. അവരൊക്കെ പോവാം. ബാക്കി മന്ത്രിമാരെല്ലാം തന്നെ അതിന് വേണ്ട സംവിധാനങ്ങൾ കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യുക, കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പോലീസ് ഫോഴ്സ്, മറ്റ് ഫോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, മിലിറ്ററി, അവരൊക്കെ ആവശ്യമാണ് അവിടെ. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും. അതിനി അവിടെ പോയി തന്നെ മനസ്സിലാക്കണമെന്നൊന്നും ഇപ്പോൾ നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ കഴിയുന്ന അത്രയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സപ്പോർട്ടുകൾ ചെയ്യാവുന്നതാണ്. അത് പിന്നീട്, ഇപ്പോൾ ഇവിടെ അപ്പോഴുള്ള സാഹചര്യം വളരെ മോശമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒരു ദിവസം സെറ്റാകുമ്പോൾ നിങ്ങൾക്ക് പോവുകയും കൂടുതൽ സഹായങ്ങളും ഓഫർ ചെയ്യാവുന്നതാണ്. പിന്നെ വയനാട് പോലുള്ള ഏരിയകൾ വേറെയും ഉണ്ട് നമുക്ക് കേരളത്തിൽ, പ്രത്യേകിച്ചും ഇടുക്കി, കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകൾ. അപ്പോൾ അവിടെ മാത്രമല്ല വേറെയും ഉണ്ടാകും. ഇപ്പോൾ മലകൾ, കുന്നുകളുള്ള ഏരിയകൾ. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ ജീവിക്കുന്ന ഏരിയകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ജനങ്ങൾ സുരക്ഷിതരാണോ എന്നുള്ള കാര്യം ബന്ധപ്പെട്ട ഏരിയയിലുള്ള സർക്കാർ സംവിധാനങ്ങൾ മുഖേന അത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മാത്രമേ അവരെക്കുറിച്ചുള്ള ധാരണ കൃത്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. പിന്നെ ഇത്തരത്തിലുള്ള ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക്
ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ യഥാസമയം എത്തിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പുവരുത്തുക. കാരണം ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തേണ്ടതാണ്. മാത്രമല്ല ജനങ്ങളും ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഓരോ പ്രദേശത്തും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ അതത് പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർക്കാർ സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യവും ഞാൻ ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നു.